റോഷിപാൽ കേരയിൽ ഉപേക്ഷിക്കാനുള്ള നീക്കമാണോ? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള 2020 വിജ്ഞാപനം റദ്ദാക്കുമോ റോഷിപാൽ? അരുൺകുമാർ, UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പ്രഖ്യാപിച്ചതാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് മഞ്ഞക്കുറ്റി പിഴുതെറിയുമെന്നാണ്. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുമെന്നത് UDFന്റെ പ്രഖ്യാപിത നയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ മന്ത്രിസഭാ യോഗമാണ്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ആ പദ്ധതി അത് പുനഃപരിശോധിക്കാനും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പദ്ധതിയുടെ വിജ്ഞാപനം റദ്ദാക്കിയേക്കും ഈ മന്ത്രിസഭാ യോഗം എന്ന സുപ്രധാനമായ വിവരങ്ങൾ വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിൽ ക്യാബിനറ്റ് യോഗം തുടങ്ങും. അവിടെ പ്രഥമ പരിഗണന ഈ കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടാണെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കേരയിൽ വിരുദ്ധ സമിതി സന്ദർശിച്ചിരുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ തന്നെ പല ഘട്ടത്തിലും ഈ കാര്യം പ്രഖ്യാപിച്ചതാണ്. UDF അധികാരത്തിലെത്തിയാൽ കേരയിൽ ഉപേക്ഷിക്കും, മഞ്ഞക്കുറ്റി പിഴുതെറിയുമെന്നായിരുന്നു പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മന്ത്രിസഭാ യോഗത്തിൽ അത്തരമൊരു തീരുമാനം ഉണ്ടാകുമെന്ന സൂചനയാണ്. അതിനൊപ്പം തന്നെ മറ്റു ചില ജനകീയ പദ്ധതികൾ അംഗീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ, സ്കൂളുകൾ തുറക്കുകയാണ്, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതൊക്കെ മന്ത്രിസഭാ യോഗം വിലയിരുത്തും. അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കൂടി ഒരുപക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന സൂചനയുമുണ്ട്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. 2020 വിജ്ഞാപനം റദ്ദാക്കിയേക്കുമെന്ന വിവരം വരുന്നു. മന്ത്രിസഭാ യോഗം അല്പസമയത്തിനുള്ളിൽ അത് പരിഗണിച്ചേക്കും. രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായൊരു തീരുമാനമായിട്ട് മാറുകയും ചെയ്യും. കേരളയിൽ റെഡ് സിഗ്നൽ അറിയേണ്ടത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാരിന് എന്ത് നിലപാടാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ റദ്ദാക്കാൻ പോകുന്നത് 2020 കേരളയിലുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്ന വിജ്ഞാപനമാണ്. അതോടുകൂടി എല്ലാ മഞ്ഞക്കല്ലുകളും അപ്രസക്തമാകും. അവരുടെ ഭൂമി, മഞ്ഞക്കല്ലിട്ട ഭൂമി വിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിന് അക്കാര്യത്തിലൊരു ആശങ്കയുണ്ടായിരുന്നു. അവരുടെ നികുതി അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലും പ്രതിസന്ധി നിലനിന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്നലെ കേരളയിൽ സമരസമിതി നേതാക്കൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടത്. ഇന്നിപ്പോൾ ഇതാ മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനം വരാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനമായി മാറും. ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം രണ്ടാമത്തെ ക്യാബിനറ്റിന്റെ ബ്രീഫിംഗിൽ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ഥലമേറ്റെടുപ്പ് ഉത്തരവ് റദ്ദാക്കിയേക്കുമെന്നുള്ള ഒരു പ്രധാന വിവരം വരുന്നു. കേരളയിൽ പദ്ധതി അങ്ങനെ പുതിയ സർക്കാർ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു.